കഴിച്ചായിരുന്നോ? ഡോക്ടർ വന്നായിരുന്നോ അമ്മേ? അമ്മ എന്താ ഒന്നും സംസാരിക്കാത്തെ? അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സച്ചി ഒന്ന് വന്നേ. സച്ചി, നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ? കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിക്കാം. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. ഞാനും വരാം. നമുക്ക് ഡോക്ടറെ കണ്ടിട്ടൊരു തീരുമാനം എടുക്കാം. അമ്മേ, ഞങ്ങളിപ്പോ വരാം. ആരാ ഹോസ്പിറ്റലില്? അത് ഒരു കൂട്ടുകാരിയുടെ അമ്മയാ. അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറയായിരുന്നു. ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. അടുത്ത കൂട്ടുകാരുടെ അമ്മയാണോ? ആ അതെ. ആ, എങ്കിൽ തീർച്ചയായിട്ടും പോണം. നമുക്ക് അടുപ്പവും സ്നേഹവും ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയ ചെന്ന് കാണേണ്ടത് നമ്മുടെ ഒരു മര്യാദയല്ലേ? വേണമെങ്കിൽ ഞാനിവിടെ വരാം, നമുക്ക് ഒന്നിച്ചു പോവാം. അയ്യോ, അതൊന്നും വേണ്ട. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൂഗിളിന് ഒരുപാട് തിരക്കുള്ളതല്ലേ. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ തന്നെ പൊയ്ക്കോളാം. ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഗൂഗിൾ? എടോ, അവന്തികയുടെ കേസിന്റെ വാദം തുടങ്ങാൻ പോവാ. അവർക്കെതിരെ ശക്തമായ തെളിവുകളാ ഉള്ളത്. ആ, താനിപ്പോ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ചായ ഇട്ട് തരാമോ? ഒരു ചെറിയ തലവേദന ലക്ഷണമുണ്ട്. ഞാനിപ്പോ കൊണ്ടുവരാം. ആ ശരി. എങ്കിൽ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. താൻ മുറിലേക്ക് വന്നാൽ മതി. ആഹാരം കൊടുത്തിട്ട് അമ്മ കഴിക്കുന്നുമില്ല. ദേ ഇപ്പൊ എല്ലാം കൂടെ ഇവിടെ തട്ടി എറിഞ്ഞു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? അമ്മയ്ക്ക് വേണ്ടി വേറെന്താ ചെയ്യേണ്ടത്? അമ്മേ, ഇത് നടക്കില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. ഉച്ചയ്ക്ക് മരുന്ന് കൊടുത്തായിരുന്നോ? ഇല്ല, നേരത്തെ കൊടുത്തപ്പോ കഴിച്ചില്ല, മാറ്റി വെച്ചിരിക്കുക. ഇനി ആഹാരം കഴിച്ചിട്ട് കൊടുക്കാന്ന് കരുതി. ആ, അതും കൊടുത്തേ. ആ, എന്താ അമ്മ ഇതൊക്കെ പറഞ്ഞാലൊന്നും അനുസരിക്കാത്തെ? സമയത്ത് ആഹാരമൊക്കെ കഴിക്കണ്ടേ? അമ്മ ഈ മരുന്ന് കഴിച്ചേ. ദേ, മരുന്നിപ്പൊ കഴിച്ചില്ലെങ്കിൽ നഴ്സുമാര് വരും, പിന്നെ അറ്റൻഡർമാര് വരും, എല്ലാവരും കൂടെ പിടിച്ചു കെട്ടി മരുന്ന് തരും. അത് വേണോ? അമ്മ കഴിക്കേ. മരുന്ന് കഴിക്കാതെ ഇവിടെ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ പറഞ്ഞോളൂ. എന്തിനാ ഇവരൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? മരുന്നും ആഹാരവും സമയത്തിന് കഴിക്കണം. കഴിച്ചേ പറ്റൂ. കഴിക്കേ. വാർക്ക. വെള്ളം കൊടുക്കും. വെള്ളം കുടിക്കേ. സച്ചി ഒന്ന് പുറത്തേക്ക് വരും. നമ്മളെ സച്ചി ഇരിക്കേ. അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്കൊരു സമാധാനമില്ല ഡോക്ടർ. സച്ചി, ഒരാളുടെ മനസ്സിന്റെ സമനില തെറ്റുന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും അല്ല. നമ്മുടെ ശരീരത്തിന് മുറിവ് പറ്റുന്നത് പോലെ മനസ്സിന് മുറിവ് പറ്റും. പക്ഷെ അത് പുറത്ത് കാണില്ല എന്ന് മാത്രം.
എനിക്കറിയാം ഡോക്ടർ. നീണ്ട 10 വർഷങ്ങളായി അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ മുതലുള്ള സങ്കടങ്ങളാ അമ്മയുടെ ഉള്ളിലുള്ളത്. എക്സാക്ട്ലി. മകൾ പോയപ്പോഴുണ്ടായ ആഘാതം ഇങ്ങനെ മനസ്സിൽ കിടന്ന് വളർന്നു വന്നു. ഇപ്പൊ അത് സഹിക്കാനാവാത്ത അവസ്ഥയിലെത്തി. ശരിയായ ചികിത്സയും കുടുംബത്തിന്റെ പിന്തുണയും ലഭിച്ചാൽ മാത്രമേ അമ്മയ്ക്കിനി പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. ഇപ്പൊ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഷോക്ക് വളരെ വലുതാണ്. അറിയാം ഡോക്ടർ. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ ഇനിയും കാണിച്ചെന്നിരിക്കും. ചിലപ്പോ വഴക്കിടും, വയലന്റ് ആകും. ചിലപ്പോ പെട്ടെന്ന് എല്ലാം അവസാനിപ്പിച്ച് പഴയ നിലയിലേക്ക് വന്നെന്നും വരാം. പക്ഷേ നിങ്ങൾ ക്ഷമയോടെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. എന്റെ അമ്മയെ പഴയ നിലയിലേക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് ഡോക്ടർ. ആ, 2 ദിവസം കഴിയട്ടെ. നമുക്ക് ചില ടെസ്റ്റുകൾ കൂടി നടത്തി നോക്കാം. എന്നിട്ട് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. താൻ വിഷമിക്കണ്ട. തന്റെ അമ്മയെ നമുക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.